പൂരം ഈ കണ്ടാൽ മതി വരില്ല എന്ന് പറയുന്നത് വെറുതെ പറയണതല്ല. അത് പൂരത്തിന്റെ ആസ്വാദനം പല തലത്തിൽ നടക്കാം. ഇപ്പൊ ആനയെന്ന് തലക്കെട്ട് 15 ആനയാണ് നിർത്തിക്കേണ്ട, ഇതിങ്ങനെ വെറുതെ നോക്കി ആസ്വദിക്കാം. അത് അതിന്റെ ഒരു ഉപരിപ്ലവമായ സ്ഥൂല തലത്തിലുള്ള ആസ്വാദനമാണ്. പിന്നെ അത് സൂക്ഷ്മത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ തലേക്കെട്ടുണ്ടല്ലോ, നമ്പൂരി ഭാഷ തലേക്കെട്ട് എന്നാണ്. നെറ്റിപ്പട്ടത്തിന് നമ്പൂരി ഭാഷ തലേക്കെട്ട് എന്നാണ്. ആ ശബ്ദം ഇപ്പോൾ കുറേ ശരിയണ്ടേ വരിക, അപ്പൊ അത് വീണ്ടും ഉപയോഗിക്കണ്ടോ. ഈ തലേക്കെട്ട് തന്നെ 3 തരമാണ്: ചൂരപ്പുളി, വണ്ടോട്, നാഗപട്ടം. അത് അതിന്മേ കൊത്തി വെച്ചിട്ടില്ല, അല്ല അതിന്മേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഡിസൈൻ അനുസരിച്ച് വർഗീകരിച്ചിട്ടുള്ള കയറ്റി എഴുന്നള്ളിക്കുന്ന ആന എന്നാണ് പ്രയോഗം. ദേവനെ കയറ്റി എഴുന്നള്ളിക്കുന്ന ആന. അതിന് കയറ്റി എഴുന്നള്ളിച്ച ആന എന്നാണ് നമ്പൂരി ഭാഷ. ഈ കയറ്റി എഴുന്നള്ളിച്ച ആനയ്ക്ക് സാധാരണ ചൂരപ്പുളി അത്ര കിട്ടും. ഇങ്ങനെ മറ്റ് വണ്ടോട്, നാഗപടം ഇത് സൂക്ഷ്മമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ, ആലവട്ടത്തിൻ്റെ ഭംഗി സൂക്ഷ്മമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ, കോലം പൂരം പഠിപ്പിക്കുന്ന എല്ലാ പൂരങ്ങളും, തൃശ്ശൂർ പൂരം മാത്രമല്ല എല്ലാ പൂരങ്ങളും പഠിപ്പിക്കുന്ന കാര്യം കോലം എഴുന്നള്ളിക്കാനുള്ളതാണ്. ചില സ്ഥലത്ത് കോലം കത്തിക്കലുണ്ട്. കോലം കത്തിക്കലില്ല, കോലം എഴുന്നള്ളിക്കാനുള്ളതാണ്. അപ്പൊ ദേവന്റെ കോലമാണ് എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ കോലത്തിന്റെ സൂക്ഷ്മത്തിലേക്ക്, വെഞ്ചാമരയുടെ കൊടയുടെ അലുക്കുകൾ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക്, ആലവട്ടത്തിലേക്ക്, ഇതൊക്കെ ആസ്വദിക്കുമ്പോൾ നമുക്ക് എത്ര കണ്ടാലും ഇത് മതി വരില്ല എന്ന് പറയുന്നത് ഈ യുക്തിയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇവിടെ പറഞ്ഞു, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ആനയുടെ കാര്യം പറയുമ്പോൾ എത്ര കണ്ടാലും ആനയെ നമ്മൾ സ്ഥാനം പറഞ്ഞത് കടല് കണ്ടാൽ കുത്തി തീരില്ല, അതേപോലെ ഒരു ആനയെ കണ്ടാലും കുത്തി തീരില്ല. കാരണം അതെപ്പോഴും നമ്മുടെ മനസ്സിനെ ഒരു ആനയ്ക്ക് മുന്നിൽ നമ്മളൊരു പലപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ നിൽക്കും. കാരണം അതിശയത്തോടെ നിൽക്കും. വാസ്തവത്തില് ഈ മസ്തകം ഉണ്ടല്ലോ, ഇവിടെ ഈ മസ്തകത്തിന് കവികളിലൊക്കെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ജംഭരിപു കുംഭിവര കുംഭയുഗഡംഭ സ്തംഭ്യകുച കുംഭപരി രംഭപര ശംഭു, അതായത് പാർവതിദേവിയുടെ സ്ഥലങ്ങൾ ഈ ഇന്ദ്രന്റെ ഐരാവതത്തിന്റെ മസ്തകത്തിനെ തോൽപ്പിക്കുന്നതാണൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ അങ്ങനെ ഇതിനുപയോഗിച്ച് കുറവ് വർണ്ണിച്ചിട്ടുണ്ട്. അത് അവിടെ കിട്ടാം. അപ്പം ഈ ആന എന്ന് തൃശ്ശൂർ ശരിക്കും ഹസ്തിനപുരം ആയി മാറുന്നതാണ് ഈ തൃശ്ശൂർ പൂരം. ഹസ്തി എന്ന് പറഞ്ഞ ആന, ഹസ്തിനപുരം എന്ന് പറഞ്ഞ ആന നിറഞ്ഞിരുന്ന ഹസ്തിപുരമായി മാറുന്ന, അല്ലെങ്കിൽ കരിക്കുലം, കരി എന്ന് പറഞ്ഞ ആന, കരിക്കുലം എന്ന് പറഞ്ഞ ആനയുടെ കൂട്ടം, വംശം. അങ്ങനെ ആനവംശങ്ങൾ നിറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളാണെങ്കിൽ പൂരത്തിന് ആനാർത്ഥികളാണ്. ഏത് ആന വേണം? ചെച്ചിക്കുട്ട രാമേന്ദ്രൻ വേണോ, അല്ലെങ്കിൽ എറണാകുളം ശിവകുമാർ വേണോ? ഇങ്ങനെ എറണാകുളം ശിവകുമാർ ഈ കേഗോപുരം തല്ലി തുറന്നപ്പോൾ തന്നെ ഒരു ആരവമായിരുന്നു അല്ലേ? ഇനിയിപ്പോ തെച്ചിക്കോട്ട് കാവ്യ രാമചന്ദ്രൻ വരുന്നു, ഗുരുവായൂർ നന്ദൻ വരുന്നു, ഇങ്ങനെ ആനകളുടെ ഒരു ഘോഷയാത്ര. അത് ആരവം പൂരത്തിന്റെ ഭാഗമാണ്. പൂരത്തിന്റെ പുരുഷാരം എന്ന പ്രയോഗം ഇപ്പൊ പൂരത്തിന്റെ വനിതാരം. പുരുഷ എന്ന ശബ്ദത്തിന് മെയിൽ എന്നർത്ഥമില്ല, മാൻ എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ പുരുഷാരം എന്നുള്ള ഇപ്പോൾ വനിതകൾക്കും തുല്യ പ്രാധാന്യം വന്നു തുടങ്ങി. പൂരത്തിൻ്റെ വനിതാരം വന്നു, പൂരത്തിൻ്റെ ട്രാൻസ്ജെൻഡർ ആരം വരും. അങ്ങനെ പൂരത്തിന് ഈ മനുഷ്യൻ്റെ സ്വഭാവത്തിലും അവൻ്റെ ജൈവമായ കാര്യങ്ങളിലും മാറ്റം വരുന്നതനുസരിച്ച് പൂരത്തിൽ വരുന്ന ആളുകളുടെ സങ്കല്പങ്ങൾക്ക് എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. അപ്പം ഇങ്ങനെ ആരവം തന്നെയാണ് പൂരം എന്ന് പറഞ്ഞാൽ. പൂരത്തല്ല് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത അടി. അപ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരവസ്ഥയാണ് എന്ത്? പൂരം. മനുഷ്യർക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള അവസ്ഥയാണ്. തൃശ്ശൂർ പൂരത്തിന് ഒരു കേടുമില്ല, ഒരു കേടല്ലോ, അത് ബാരിക്കേഡാണ്. ബാരിക്കേഡ് വെച്ചിട്ട് ഇങ്ങനെ തടയുമ്പോൾ ഈ ഫ്രീ ഫ്ലോനെ എന്ത് ചെയ്യുന്നു? അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. സെക്യൂരിറ്റി വൈസ് നോക്കുമ്പോൾ ഒരളവ് വരെ ബാരിക്കേഡ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷെ ബാരിക്കേഡ് മാത്രം എന്ന് പറയുമ്പോൾ പൂരം കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ പൂരം എന്ന് പറഞ്ഞാൽ ഫ്രീഡം. നിങ്ങൾക്ക് ചെരുപ്പിട്ട് അമ്പലത്തിൽ കിടക്കാം, സാറിന് ഇതിൽ പറ്റില്ല. പിറ്റേ ദിവസം പുണ്യാഹുണ്ട് പൂരം കഴിഞ്ഞാൽ. അത് പഴയ ആളുകൾക്ക് അറിയാം. അത് പൂരം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് അർമാദിക്കാനുള്ള എന്താണ്? ആഘോഷിക്കാനും അർമാദിക്കാനുള്ള ഒരു ഇടം കൂടിയാണ്. ദേവന്റെ സാത്വിക ഭാവത്തിൽ മാത്രം രമിച്ചാൽ മതി എന്ന മാനസികാവസ്ഥയുള്ളവർക്ക് ഇത് പ്രശ്നമല്ല. അപ്പൊ വടക്കുന്നതിന് ഇതിലൊരു പങ്കാളിത്തമില്ല. അദ്ദേഹം സാക്ഷി മാത്രമാണ്, ശിവൻ. അദ്ദേഹത്തിന് പങ്കാളിത്തമില്ല. അവിടെ വന്ന് പിള്ളേർ പൂരം നടത്തിപ്പോ കൊട്ടാന്നൊരു ലൈനുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മുറ്റത്ത് കുട്ടികൾ നടത്തുന്ന പൂരാണ് എന്ത്? അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തെ കാണാൻ വരുന്നു. അത് വടക്കുന്നാഥന്റെ കാഴ്ചപ്പാടില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ വലുത് തന്നെയാണ്. നമ്മൾ ഈശ്വരന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കരുത്. ഈശ്വരന്റെ പക്ഷത്ത് നിന്ന് ഈശ്വരൻ ചിന്തിച്ചോളൂ. മനുഷ്യന്റെ പക്ഷത്ത് നിന്ന് ഇപ്പൊ നമുക്കൊരു സൂക്കേട് വന്നാൽ അത് മാറ്റുക എന്നുള്ളത് ഈശ്വരൻ നിസ്സാര, പക്ഷെ നമുക്ക് വലിയ കാര്യം. അങ്ങനെ ചിന്തിക്കേണ്ടത്. അപ്പൊ അതുപോലെ ചിരട്ടുള്ള വെള്ളം മുറുമ്പിന് സമുദ്രാന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഇത് വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിന് പല തലത്തിൽ ഇതിൻ്റെ ആസ്വാദനം നടക്കുന്നുണ്ട്. റെസ്ട്രിക്ഷൻ ഇല്ലായ്മയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? പൂരം എന്ന് പറയും. പൂരത്തല്ല് എന്ന് പറഞ്ഞാൽ
പൂരത്തെറിയുണ്ട്, അതായത് ലൈസൻസ് അതിപ്പോൾ പല സ്ഥലത്തും കേൾക്കാറുണ്ട്. അപ്പം അതിൽ മാത്രം പുരോഗതി ഉണ്ടായി പോരാ. അപ്പം ഇങ്ങനെ പൂരം എന്ന് പറയുമ്പോൾ മനുഷ്യന് ഫ്രീഡം, ജാതി മത വർഗ വർണ്ണ തൃശ്ശൂർ അതൊന്നും ഇല്ലല്ലോ. അതാണ് ഇതിൻ്റെ സൗന്ദര്യം. എവിടെയൊക്കെയോ ഭൂമിശാസ്ത്രപരമായ അതിരുകളെ പോലും മറികടന്നുകൊണ്ട് ജനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സാഹിബിമാർക്ക് ആന അവരുടെ കൾച്ചറിൽ ഇങ്ങനെ ഒരു എഴുന്നള്ളി ആനയുണ്ട്, അതിൽ തന്നെ ഇങ്ങനെ ഒരു എഴുന്നള്ളിപ്പൊന്നുമില്ല. ഇത് അവർക്ക് എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ക്ലാസിക്കൽ കലകളും നാടൻ കലകളും, തെയ്യം ഉൾപ്പെട്ട നാടൻ കലകളും അതിൻ്റെ റിഫൈൻമെൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ കലകളും പോലെ തന്നെ അതിഭയങ്കരമായ ഒരു ആസ്വാദന ശേഷി മറ്റുള്ളവർക്ക് സംക്രമിപ്പിക്കുന്ന എന്തോ ഒരു സാധനം, ഒരു ഡിവൈൻ മാജിക് ഇതിനുള്ളിൽ കിടത്തി കളിക്കുന്നുണ്ട്. ഡിവൈൻ തന്നെയാണ്. അപ്പോളെ മനുഷ്യർക്ക് അതിർത്തികളുണ്ട്, ഈശ്വരനില്ല.